ഇന്ത്യൻ സിനിമയുടെ ഗോൾഡൻ എറയിലുടനീളം തൻ്റെ അഭിനയ മികവും കരുത്തും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ധർമ്മേന്ദ്ര ഹിന്ദി സിനിമയുടെ ഹീമാൻ എന്ന വിശേഷണവും നേടിയിരുന്നു. 1935 ഡിസംബർ 8 പഞ്ചാബിലെ നസ്രലിയ ഗ്രാമത്തിൽ ജനിച്ച ധർമ്മേന്ദ്ര ലളിതമായ ഗ്രാമജീവിതത്തിൽ നിന്നും സ്വപ്നം മാത്രം കയ്യിലെടുത്ത് മുംബൈയിൽ എത്തിയതോടെ ബോളിവുഡിനെ തന്നെ മാറ്റിമറിച്ച ശക്തനായ സൂപ്പർ താരത്തിൻ്റെ ഉദയം നടന്നു. 1960 പുറത്തിറങ്ങിയ ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെ സിനിമാ മേഖലയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ഉടൻ തന്നെ പ്രേക്ഷകരുടെ മനം കവർന്നു. ആക്ഷൻ, റൊമാൻസ്, കുടുംബചിത്രങ്ങൾ, കോമഡി ഇതെല്ലാം തൻ്റേതായ ശൈലിയിൽ കഥാപാത്രങ്ങളെ സജീവമാക്കി 300-ലധികം ചിത്രങ്ങളിലൂടെ ബോളിവുഡിൻ്റെ പ്രിയ നായകനായി മാറി. 1975 പുറത്തിറങ്ങിയ ഷോളെ സിനിമയിൽ ധർമ്മേന്ദ്ര അവതരിപ്പിച്ച വീരു എന്ന കഥാപാത്രം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായി. ചുപ്കെ ചുപ്കെ, ഫൂൽ ഓർ പത്തൽ, യാദോं കി ഭാരത്, സത്യകം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തെ അതുല്യനായ നായകനായി ഉയർത്തി. സിനിമയ്ക്ക് പുറത്ത് രാഷ്ട്രീയ രംഗത്തും സജീവമായ ധർമ്മേന്ദ്ര രാജസ്ഥാനിലെ ബീക്കാനേറിൽ നിന്നും 2004 ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ലാളിത്യവും മനുഷ്യനന്മയും കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി ബഹുമതികളും 2012 പത്മഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തെ തേടിയെത്തി. 6 ദശകത്തോളം നീണ്ട സിനിമാ ജീവിതം ഇന്നും ആരാധകർക്ക് പ്രചോദനമാണ്. ഡിസംബർ 8 90-ാം ജന്മദിനം ആഘോഷിക്കാനിരിക്കുകയായിരുന്നു ബോളിവുഡിൻ്റെ ഇതിഹാസ താരം ധർമ്മേന്ദ്ര വിടവാങ്ങിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. അരനൂറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ 300-ലേറെ സിനിമകൾ, ഹിന്ദി സിനിമയ്ക്ക് നിരവധി വിജയ ചിത്രങ്ങൾ സമ്മാനിച്ച് ഹിറ്റ്മാനായി മാറി. ഡിസംബർ 25 പുറത്തിറങ്ങുന്ന 21 ആണ് അവസാന ചിത്രം. ധർമ്മേന്ദ്രയുടെ നിര്യാണം ഇന്ത്യൻ സിനിമയ്ക്കും ലോകമൊട്ടുക്കുമുള്ള ആരാധകർക്കും വലിയ നഷ്ടം തന്നെയാണ്.